സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നാണ് നമ്മൾ ഹീറോയിക് ഗ്ലോബിൽ കിട്ടുന്ന പോലത്തെ സ്ക്വാഡ് മാച്ചാണ് കളിക്കാൻ പോകുന്നത് ബിആറിലെ. അപ്പോൾ നമ്മളാണ് ഈ ഒരു പുതിയ സ്ഥലത്താണ് ഇറങ്ങുന്നത്. ഈ ഫാക്ടറിക്ക് പകരം വന്നൊരു സ്ഥലമാണ് ഗൈസ് ഇത്, വേറെ ലെവൽ തന്നെ. അപ്പോൾ എന്താ പറയുക, ഇവിടെയാണെങ്കിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇറങ്ങിയ പാടെ നമുക്കാണെങ്കിൽ M10 പിന്നെ അതുപോലെ തന്നെ M10 ആമോ പിന്നെ സ്നൈപ്പറിൻ്റെ ആമോ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഥവാ സ്നൈപ്പർ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് കളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ ടോക്കണൊക്കെ പെറുക്കി നേരെ മുന്നോട്ട് വെച്ച് പിടിക്കുകയാണ്. അടുത്ത ഗണ്ണ് ഒരു ഷോർട്ട് റേഞ്ചും ഒരു ലോങ് റേഞ്ചും കൂടി കിട്ടിയിട്ട് വേണം നമുക്ക് ഈ കളി മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ ഈ ഒരു കളിയിലാണെങ്കിൽ നമുക്ക് എത്ര കില്ലും കാര്യങ്ങളും എടുക്കാൻ പറ്റുമെന്ന് നോക്കണം. മാക്സിമം ഓഫ് കില്ലെടുത്ത് ഒരു കിടിലം പോലത്തെ ബൂയ അടിക്കണം എന്നുള്ളത് തന്നെയാണ് ഗൈസ് ലക്ഷ്യം. അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ നമ്മളെ മുന്നിക്കൊരു എനിമി ചാടിക്കേറി വന്ന അവനാണ് ഈ ഒരു ഫുട്ബോളായി. എന്നിട്ടാണ് ഞാൻ ഈ ഒരു ഡബിൾ വെക്ടർ വെച്ച് എങ്ങനെയൊക്കെ കുത്തി പിടിച്ച് അവനെ നോക്കിട്ടപ്പോഴേക്കും അവൻ്റെ ടീമേറ്റ് വന്ന് നമ്മളെ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവനെ റിവൈവ് ചെയ്തു. അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ നമ്മളെ ടീമേറ്റ് നമ്മളെ പിന്നെ റിവൈവ് ചെയ്തു. നമ്മൾ ചത്തപാടെ നമ്മളെ റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും അതേ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇറങ്ങുന്നത്. ആ ഒരു പിച്ചെന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു പിച്ചിലുള്ള എല്ലാ എനിമീസിനെയും അടിച്ചിടണമെന്ന് പറഞ്ഞാണ് ഗൈസ് ഇറങ്ങുന്നത്. എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. നമ്മളൊപ്പം തന്നെയാണെങ്കിൽ പ്ലെയർ 4 ഉണ്ട് ഗൈസ്. ഞാൻ ഇറങ്ങിയ പാടെ ഇവിടെ ഒരു എനിമിനെ സ്പോട്ട് ചെയ്തു. കയ്യിൽ കിട്ടിയ ഗണ്ണ് വെച്ച് അടിച്ചു. ഈ ഒരു ഗണ്ണെന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിലും ഗൈസ് വേറെ ലെവൽ ഡാമേജാണ് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് വീണ്ടും M10 തന്നെയാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ക്യാരക്ടർ സ്കില്ലൊക്കെ ഇട്ടൊന്ന് മാറി നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടുന്ന് അടി കിട്ടപ്പോഴേക്കും നമ്മൾ മാറിയതാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഹീൽ ചെയ്യുമ്പോഴേക്കും അവൻ്റെ ആ ഒരു ഫുൾ സ്ക്വാഡ് മൊത്തത്തിൽ വരുന്നുണ്ടായിരുന്നു. ഒരുത്തനെ നോക്ക് ചെയ്തു. എന്താ പറയുക, ഗ്ലൂ വാളൊക്കെ ഇട്ടൊന്ന് കവറെടുത്ത് നമ്മളെന്താ പറയുക അവനെ ഫിനിഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവനെ ഫിനിഷ് ചെയ്യുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ ടീമേറ്റും അവിടെ ഒരു ഫൈറ്റിന് നിൽക്കുകയാണ്. നമ്മളതിന് ഡ്രോണൊക്കെ ഇട്ട് ഒന്ന് നോക്കുന്നുണ്ട്. നമ്മളടുത്തുള്ള എല്ലാ എനിമീസിനെയും ഒന്ന് നോക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഈ ഒരു M10 മാറ്റിയിട്ട് ഞാൻ MB40 എടുക്കുകയാണ് ഗൈസ്. കാരണം M10 ഒരു ഇതില്ല, നമുക്ക് കുത്തി പിടിക്കാൻ കുറച്ചുകൂടി MB40 ആണെന്ന് തോന്നി. M10 ഉപയോഗിക്കുമ്പോൾ ഒരു ലാഗൊക്കെ പോലെ ആയതുകൊണ്ട് ഞാൻ MB40 എടുത്തിരിക്കുകയാണ്. അപ്പോഴേക്കും സൈഡിൽ നിന്ന് ഒരു എനിമി വന്ന് നമ്മളെ അടിച്ചു. നമ്മൾ ഗ്ലൂ വാൾ ഇട്ടപ്പോഴേക്കും അവൻ നമ്മളെ അടിച്ചിട്ടു. എന്തോ ലാഗ് കാരനാണ്. അങ്ങനെ നമ്മൾ അഴിഞ്ഞ് പോയി അവസാനം നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ചത്തപ്പോഴേക്കും നമ്മളാണെങ്കിൽ ഈ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഫൈറ്റ് എടുത്ത് ജയിക്കുവാണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു കില്ലും കിട്ടും, പ്ലസ് നമുക്ക് ഈ ഒരു കളിയിൽ റിവൈവ് ആകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്നെ പോലെ തന്നെ ചത്തൊരു എനിമി അവിടെ കിടപ്പുണ്ട്. നമുക്കാണെങ്കിൽ ഈ ഒരു ഫുട്ബോളിൻ്റെ ഗണ്ണൊക്കെ യൂസ് ചെയ്തിട്ട് അവൻ്റെ ഗ്ലൂ വാളൊക്കെ പൊട്ടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അടിച്ചപ്പോഴാണെങ്കിൽ എനിക്ക് 61 ഡാമേജും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനടിക്കുമ്പോഴാണെങ്കിൽ അവന് ഡാമേജ് കിട്ടുന്നില്ല. അവനടിക്കുന്ന അടിയൊന്നും എനിക്കും കൊള്ളുന്നില്ല. നമ്മൾ രണ്ടുപേരും കവറിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ഞാനാണെങ്കിൽ ഒന്ന് റഷ് ചെയ്യാന്നുള്ള രീതിയിൽ പോയി. അങ്ങനെ ഈ ഒരു ഗ്ലൂ വാളിൻ്റെ സൈഡിലൂടെ വരുമ്പോഴേക്കും അവനെ പെട്ടെന്ന് അവിടെ നിന്ന് കാണുന്നില്ല. അവൻ അപ്പുറത്തെ സൈഡിലായിരുന്നു. എനിക്ക് അവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അടി കിട്ടി. പെട്ടെന്ന് റഷ് ചെയ്തൊന്ന് ഞാൻ കുറച്ച് മാറി നിന്നതിന് ശേഷം എങ്ങനെയൊക്കെയോ കുത്തിപ്പിടിച്ച് അടിച്ച് അവനെ എന്നെ മര്യാദക്ക് കിട്ടിയില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടെന്തോ ഭാഗ്യത്തിന് നമ്മൾ അവനെ അടിച്ചിട്ട് 3 കില്ലും ഫിനിഷ് ചെയ്തിട്ട് നമ്മളാണെങ്കിൽ വീണ്ടും ആ പിച്ചിലോട്ട് തന്നെ ഇറങ്ങുകയാണ്. വീണ്ടും ചാവാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ ഗൈസ് എന്ത് സംഭവിക്കുന്നത്. അങ്ങനെ ഞാൻ ഇറങ്ങി വരുമ്പോഴാണെങ്കിൽ ഇവിടെ ഉണ്ട് ഗൈസ് MB40 VSS ഉണ്ടായിരുന്നു. അതും എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ടോപ്പിലൊരു എനിമിനെ കണ്ടു. അവനെ ഈ VSS വെച്ചിട്ട് കുത്തി പിടിച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. അവനെ ആണെങ്കിൽ പിന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ മുകളിൽ ചാടിയിട്ട് നോക്കുമ്പോഴേക്കും എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ ഡാമേജ് കിട്ടി. അവനെ അടിച്ചിടാൻ നോക്കിയപ്പോഴേക്കും ഞാൻ നോക്കായെങ്കിലും ആ ഒരു എനിമിനെ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോഴേക്കും നമ്മളെ മറ്റൊരു ടീമേറ്റാണ് ഇവിടെ റിവൈവൽ പോയിൻ്റ് യൂസ് ചെയ്യുന്നതിനും നമ്മളെ വേറെ പ്ലെയർ 4 ആണെങ്കിൽ നമ്മളെ എന്താ പറയുക വെൻഡിങ് മെഷീൻ തന്നെ റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലോക്ക് ടവറിലാണ് പിന്നെ ഇറങ്ങിയത്. ക്ലോക്ക് ടവറിൽ ഇറങ്ങിയപ്പോഴേക്കും നമുക്കാണെങ്കിൽ ഈ ഒരു എന്താ പറയുക VSSഉം ബൈസണും മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. വീണ്ടും VSS വെച്ച് തന്നെ കളിക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും ലോങ്ങിൽ ഒരു എനിമിനെ കണ്ടു. അവരവിടെ മൊത്തത്തിൽ ഫൈറ്റായിരുന്നു. അവനെ നോക്കിട്ടു, അവൻ്റെ ടീമേറ്റിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫിനിഷ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും അവർ മൊത്തത്തിൽ ഗ്ലൂ വാൾ വെച്ചിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഗ്ലൂ വാളൊക്കെ പൊട്ടിക്കാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ അടുത്താണ് ഈ ആമോയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, ഞാനാണെങ്കിൽ റഷ് ചെയ്ത് പോവുകയാണ്. ഈ ഒരു ബൈസൺ വെച്ച് അവിടെയുള്ള എല്ലാ എനിമീസിനെ അടിച്ചിടാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു നോക്ക് കിടക്കുന്നത് കണ്ടു. നമ്മളെ നോക്കാമെന്ന് വിചാരിച്ച് അടിച്ചിട്ടപ്പോഴേക്കും അത് നമ്മളതായിരുന്നില്ല ഗൈസ്, നമ്മൾ ടീമേറ്റ് ഇട്ടതായിരുന്നു. അങ്ങനെ ലോങ്ങിൽ നോക്കുമ്പോൾ വേറെ എനിമിനെയും കൂടി സ്പോട്ട് ചെയ്തു. അവൻ അവിടെ നിന്ന് ഇൻവിസിബിൾ പവർ ഇട്ട് വരുന്നുണ്ടായിരുന്നു. അവനെ അവിടെ നിന്ന് അടിച്ചിടാൻ നോക്കി. അവന് പെട്ടെന്ന് ഗ്ലൂ വാളിൻ്റെ കവറിലൊക്കെ നിന്നു. എന്താ പറയുക, നമ്മളാണെങ്കിൽ MB5 എടുത്തിട്ടുണ്ടായിരുന്നു അവനെ അടിക്കാൻ വേണ്ടി. അങ്ങനെ നോക്കുമ്പോൾ സൈഡിൽ നിന്ന് 2 എനിമീസ് വരുന്നു. അങ്ങനെ അവനെ അടിച്ചു. സൈഡിലുള്ളവനെ അടിക്കാൻ പോയി.
അവനെ അടിച്ച് നോക്കിട്ടപ്പോഴേക്കും അവനാണെങ്കിൽ സ്വയം റിവൈവ് എന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, എനിക്ക് പേര് ഓർമ്മയിട്ടില്ല, അതിട്ട് വീണ്ടും റിവൈവായി വന്നിരുന്നു. അപ്പോഴേക്കും നമ്മൾ വീണ്ടും നോക്കിട്ട് അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ടീമേറ്റ് റഷ് ചെയ്ത് വന്നതും നമ്മൾ പെട്ടെന്ന് ഗ്ലൂ വാൾട്ട് കവർ ചെയ്തപ്പോഴേക്കും നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു സ്കൈലറിൻ്റെ പവർ ഉണ്ടായിരുന്നു, നമുക്ക് ഇവിടുന്ന് ഗ്ലൂ വാൾട്ട് ഒന്ന് കവർ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നമ്മളെ ആമോയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ആമോ എടുക്കാൻ പോയപ്പോഴേക്കും എന്താ പറയുക, ഇവിടെ വേറെ ആമോയൊന്നും ഇല്ല, അധികം ആമോയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ VSSും ഈ ഒരു MB14 കാര്യങ്ങളൊക്കെ റിലോഡ് ചെയ്ത് ഈ ഒരു പിച്ചിൽ വന്നപ്പോഴേക്കും ഒരുത്തം വുക്കോങ് ആയി നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ അടിച്ചിട്ട് നമ്മളെന്താ പറയുക 6ാമത്തെ കില്ലും കൂടി ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഇപ്പം നമുക്ക് സൂപ്പർ മെഡിക്കിറ്റും കാര്യങ്ങളൊക്കെ ഫുള്ളായി. പക്ഷേ നമ്മളെ MB5ലാണ് ഇനി ആമോയും കാര്യങ്ങളൊന്നും ഇല്ല. MB5 ഞാൻ ലെവൽ 3 സിപ്പൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ ലൂട്ട് ബോക്സിലും എല്ലാ ലൂട്ട് ബോക്സൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ നമുക്കാണെങ്കിൽ അതിലൊന്നും ആമോയും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടൊക്കെ തുടക്കത്തിലേ വന്ന് ചത്ത പ്ലേയേഴ്സാണ് മൊത്തം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഈ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ടല്ലോ, ഇവിടെ പോയിട്ട് ഞാനാണെങ്കിൽ നമ്മളെ ടീംമേറ്റിനെയൊക്കെ റിവൈവ് ചെയ്യുന്നുണ്ട്. ഒരു ടീംമേറ്റ് മരിച്ച് ചത്തു പോയിരുന്നു, എന്താ പറയുക പെട്ടിയായിരുന്നു, അവനെ റിവൈവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗൈസ് ഇവിടെ ഒരു ബഗ്ഗും കാര്യങ്ങളുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്, ഏറെക്കുറെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു ചുമരിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കയറാൻ പറ്റും. നമ്മൾ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്ത് നമ്മൾ ടീംമേറ്റിൻ്റെ കില്ലും ഫിനിഷ് ചെയ്ത് അവനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ആമോയും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ MB5 മാത്രമാണ് റിലോഡ് ചെയ്തിരിക്കുന്നത്, അതിൽ മാത്രമേ നമുക്ക് ആമോ ഉള്ളൂ. ഇപ്പോൾ ക്ലോക്ക് ടവറിൽ പോയിട്ട് വേണം നമുക്ക് ആമോ എടുക്കാൻ. ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഹീൽ ചെയ്തതിന് ശേഷം ഇത് കയറാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ നമുക്ക് നിന്നിട്ട് ഹീൽ ചെയ്യാൻ ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്പീഡിൽ ഓടുന്ന സാധനമൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഓടുകയാണ്. ക്ലോക്ക് ടവറിലോട്ട് വെച്ച് പിടിച്ച് ഇവിടെ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഒരു 60 ആമോയും കൂടി കിട്ടി. 2 ഗണ്ണും നല്ല രീതിയിൽ റീലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ ക്ലോക്ക് ടവറിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്താണ് 800 ടോക്കൺ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി അത് വാങ്ങാമെന്ന് വിചാരിച്ചു. എന്ത് ഈ ഒരു റിലോഡ് ചെയ്യാനുള്ള എന്താ പറയുക ആമോ വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഒരു മാച്ച് മൊത്തത്തിൽ എന്താ പറയുക ഈ ഒരു SMG ഗണ്ണ് യൂസ് ചെയ്തിട്ട് മാത്രമാണ് കളിക്കുന്നത്. മൊത്തത്തിലല്ല, ഏറെക്കുറെ മൊത്തം ഭൂരിപക്ഷ കില്ല് നമ്മൾ ഈ SMG ആമോ വെച്ചിട്ട് മാത്രമാണ് എടുത്തേക്കുന്നത്. നമ്മൾ എയർ ആമോ അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. നമ്മളാണെങ്കിൽ VSS ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, ഈ ചുറ്റിക വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്ത് നമ്മളാണെങ്കിൽ എന്താ പറയുക ഹാങ്കറിലോട്ട് പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പോഴേക്കും എന്നെ ഒരു എനിമി അടിച്ചിട്ടല്ല ഗൈസ്, അടിച്ച് നോക്കായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ സ്വയം ചത്ത്, നമ്മളെ ടീമേറ്റ് അപ്പോഴേക്കും വന്നിരുന്നു. അപ്പോഴാണ് നമ്മളെ 3 പേരും പെട്ടിയായി. നമ്മളെ വേറെ ടീമേറ്റാണ് ഈ പന്തായി പോയിട്ട് പെട്ടെന്ന് പോയിട്ട് നമ്മൾ 3 പേര് റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിവൈവ് ചെയ്ത് ആൾ കഴിഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങി നോക്കുമ്പോഴേക്കും L ഷേപ്പിൻ്റെ മുകളിൽ ഇറങ്ങിയപ്പോഴേക്കും ദൂരത്തായിട്ട് അടുത്തായിട്ട് തന്നെ ഒരു എനിമി ഓടുന്നത് കണ്ടു. നമുക്ക് അത്ര ഡാമേജും കാര്യങ്ങളും കൊടുക്കാൻ പറ്റില്ല. നമുക്കാണെങ്കിൽ ആദ്യം കിട്ടിയതിന് ആക്കിയാണ് ഗൈസ്. ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട്. ഈ ഒരു മരത്തിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറി നോക്കുന്നുണ്ട്. അവൻ ഇവിടെയൊന്നും കാണുന്നില്ല. ഞാനാണെങ്കിൽ വെൻഡിങ് മെഷീനുള്ള ഈ ഒരു വീട്ടിലോട്ട് കയറി, അവൻ ഇവിടെ ഇല്ല ഗൈസ്. ഞാൻ വെൻഡിങ് മെഷീൻ്റെ അടുത്തൊക്കെ പോയി നോക്കി. അപ്പോഴാണെങ്കിൽ എന്താ പറയുക, ഞാൻ ടോക്കൺ കളക്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണെങ്കിൽ നമുക്ക് 300 ടോക്കൺ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ശ്രദ്ധിച്ചത്. അവിടെയാണെങ്കിൽ എന്താ പറയുക ടോക്കണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കുഴപ്പമില്ലല്ലോ എന്നും പറഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മൾ ടീംമേറ്റിനെ ഇവിടെ വേറെ എനിമി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ അടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ HP ഒക്കെ ഫുള്ളാക്കിയതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്ലൂ വാളൊക്കെ ഇട്ട് കവർ ചെയ്ത് നമ്മൾ ടീംമേറ്റിനെ ആദ്യം തന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് കഴിയുമ്പം നമ്മളെ ഗ്ലൂ വാൾ നമ്മൾ പൊട്ടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അവൻ ഈ ഒരു ക്യാരക്ടർ സ്കിൽ ഇട്ടുകൊണ്ട് തന്നെ അവൻ തന്നെ ഈ ഒരു ഗ്ലൂ വാൾ പൊട്ടിച്ചു തന്നിരുന്നു. അവൻ്റെ സ്കോഡിനെ മൊത്തത്തിൽ വൈപ്പ് ചെയ്ത് നോക്കുമ്പോഴേക്കും നമ്മൾ ടീംമേറ്റ് വീണ്ടും ഡൗൺ ആയി. അവനെ റിവൈവ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ അത് കഴിഞ്ഞ പാടെ അവൻ്റെ ലൂട്ട് ബോക്സ് എടുക്കുന്നുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ ആകെ ഒരൊറ്റ HP മാത്രമേ ഉള്ളൂ. ഒരടി കൂടി കിട്ടിയിരുന്നെങ്കിൽ നമ്മളും പെട്ടിയായി, സ്കോഡ് മൊത്തത്തിൽ വൈപ്പായെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കളി കാണേണ്ടി വന്നേനെ. എന്താ പറയുക, അങ്ങനെ നമ്മൾ ലാസ്റ്റ് സോൺ ഏകദേശം അടുത്തു. ഇനി ആകെ 7 അലയുള്ളൂ. നമുക്കാണെങ്കിൽ 7 കില്ലും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അലയും കില്ലും സെയിമായി നിൽക്കുമെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ തന്നെ എന്താ പറയുക അലൈവ് ഉണ്ടല്ലോ അത് കുറഞ്ഞ 6 ആയിട്ടുണ്ടായിരുന്നു. അതിൽ 3 പേര് നമ്മളാണ്. അതിലാണെങ്കിൽ ഒരുത്തൻ ഇവിടെ L ഷേപ്പിൻ്റെ മുകളിൽ നോക്കായിട്ടുണ്ടായിരുന്നു. L ഷേപ്പിൻ്റെ മുകളിലല്ല, കുറച്ചപ്പുറം നോക്കായി. നമുക്കത് നോക്കാൻ പോയുമ്പോഴേക്കും ഇവിടെയാണെങ്കിൽ നമ്മളെ എന്താ പറയുക ഒരു എനിമിനെ സ്പോട്ട് ചെയ്തു. അത് ഗ്ലൂ വാൾ അടിച്ച് പൊട്ടിക്കാനൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് ഒന്ന് മാറി നിന്നേക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നമ്മളെ ലോങ്ങിൽ നിന്ന് അടി കിട്ടിയിട്ടോ. AK വെച്ചിട്ട് നമ്മൾ അടിച്ചിട്ടു. ഇതാണ് നമ്മൾ ആ കൂടി എടുത്ത AR ആമോ വെച്ചിട്ടുള്ള കില്ല് ഇതാണ്. ബാക്കി എല്ലാ SMG ആമോ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോഴേക്കും വുക്കോങ് കയറി വന്നു, ആ ഗ്ലൂ വാൾ പൊട്ടിച്ച് കയറി വന്നു. ഞാനാണെങ്കിൽ നൈസിൽ ഗ്ലൂ വാളൊക്കെ ഇട്ടൊന്ന് കവർ ചെയ്ത് നിൽക്കുകയാണ്. അവൻ അടിക്കുന്നതൊക്കെ നോക്കി നമുക്ക് അവൻ അടിക്കാമെന്ന് വിചാരിച്ച്
അങ്ങനെ ഞാൻ അവനെ അടിച്ച് കംപ്ലീറ്റ് ചെയ്ത് ടീം വൈപ്പ് ചെയ്തപ്പോഴേക്കും 4 അലൈവ്. ഞാൻ ബൂയി അടിച്ചെന്ന് വിചാരിച്ചു, പക്ഷേ നമ്മൾ 3 പേരേ ഉള്ളൂ. ഇനി ആകെ ഒരുത്തനും കൂടി ബാക്കിയുള്ളൂ. നമ്മുടെ ടീമിലാണ് ഭൂരിപക്ഷം പേരുള്ളത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ ഗൈസ്, എല്ലാവർക്കും അറിഞ്ഞുണ്ടാവും. എല്ലാവരും ചത്ത് കഴിഞ്ഞ് അവസാനം ഒരു അലൈവ് ഉണ്ടാവും. നമ്മുടെ സ്ക്വാഡ് മാത്രം മൊത്തം ടീമിൽ നിൽക്കുമ്പോൾ ആ ഒരു പവർ വേറെ തന്നെയാണ് ഗൈസ്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ നമ്മൾ എൽ ഷേപ്പിലാണെങ്കിൽ നമ്മളെ ടീംമേറ്റ് നോക്കായി കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഉറപ്പായി ആ ഒരു എനിമി റൂഫിൻ്റെ അല്ല, ഈ ഒരു പാലത്തിൻ്റെ മുകളിലായിരിക്കും. അങ്ങനെ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. പക്ഷേ ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. ആ ഒരു എനിമിക്കാണ് കൂടുതലായിട്ടും ചാൻസ് കൂടുതൽ, നമ്മൾ അടിക്കാൻ ചാൻസ് കൂടുതലായ എനിമിക്കാണ് അഡ്വാൻറ്റേജ് വരുന്നത് ഈ ഒരു സോണിൽ. അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് കവർ എടുത്ത് നിൽക്കുന്നുണ്ട്. നമ്മളെ ടീംമേറ്റും അവിടെ കവർ എടുത്ത് നിൽക്കുകയാണ് ഇതേ സെയിം സ്ഥലത്ത്. അവൻ ചാടുമ്പോൾ അടിക്കാൻ ഇരുന്നപ്പോഴേക്കും എൽ ഷേപ്പിൽ നമ്മൾ ടീംമേറ്റ് നോക്കായിരുന്നു. തക്ക ടൈം നോക്കി അവൻ ചാടിയുണ്ടായിരുന്നു. നമ്മൾ ലോങ് റേഞ്ച് കണ്ടു നിർത്തിയില്ല, നമ്മൾ നേരെ റഷ് ചെയ്യണം മാക്ടം വെച്ചിട്ട്. അപ്പോഴേക്കും മറ്റവനെ നോക്കട്ടു ഞാൻ അവനെ അടിച്ചിട്ട് ടീം വൈപ്പ് ചെയ്ത് 10 കില്ല് ഈ ഒരു കളി കിള്ളം പോലെ പോയി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആകെ 12 പ്ലസും കൂടി മതി ഹീറോയ്ക്ക് 2 സ്റ്റാറിലോട്ട് എത്താൻ. 62 പ്ലസും കിട്ടി. ഇന്നത്തെ കളി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ഓക്കെ, ബൈ.